കൂളൻറ്റിന് പകരം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ കേട്ടോ. മാരുതി സുസുക്കി വാഗണാറിൻ്റെ മൊത്തം പൈപ്പ് മൊത്തം പോയിട്ടുണ്ട്. ഇത് വാട്ടർ പമ്പിൽ നിന്ന് നമ്മളെ വാട്ടർ പമ്പിൻ്റെ പുറകിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്ന പൈപ്പ് അതാ മൊത്തം ദ്രവിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റൊക്കെ ദ്രവിച്ചത് ഇവിടെ ഇത് ഹെഡിലേക്ക് പോകുന്ന ഈ ഒരു ഇതുണ്ടാ, ഈ ഒരു ഭാഗത്തൊരു പൈപ്പ്, ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്യുന്നത് അതൊക്കെ ദ്രവിച്ച് ഫുള്ള് നോക്കി അതിൻ്റെയൊക്കെ ഷേപ്പ് നോക്കി ഫുള്ള് ദ്രവിച്ച് പണ്ടാരടങ്ങിയിട്ട് ഉണ്ടാ. അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങേറ്റം നോക്കി ഇതൊക്കെയാണ് അവസ്ഥ. ഈ ഒരു ഭാഗത്ത് വരുന്ന പൈപ്പ് പൊട്ടി. ഈ ഒരു ലൈനാണ് ത്രോട്ടിൽ ബോഡിയിലേക്ക് ഒരു കൂളിങ്ങിൻ്റെ ഇത് കൊടുക്കുന്നത്, ലൈൻ കൊടുക്കും. അതുപോലെ റേഡിയേറ്ററിൻ്റെ ലോവർ ഹോസിലേക്ക് കൊടുക്കുന്ന ഭാഗം ഇത് കണ്ടാ, അത് ദ്രവിച്ച് ശരിക്കും ഇതിൻ്റെ ശരിക്കുള്ള പൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ പൈപ്പ് ഉണ്ടാകും കണ്ടാ, ഒരു പൈപ്പ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും. ഈ അറ്റം ഇത്രയും നീണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ദ്രവിച്ച് കണ്ട ഒരു കഷ്ണേ ഉള്ളൂ. ഇത് ശരിക്കും ഇത് ഇത്രയും നീളം വരും. അതുപോലെ താഴെ ഭാഗം ഇതാ ഇത്രയും വരും. ബാക്കി ഇതുപോലെ തെർമോസ്റ്റാറ്റിൻ്റെ സൈഡ് വരികയാണെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കേസ് മുന്നിൽ നിന്നുള്ള ഇവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പൊട്ടി. അതുപോലെ ഇത് അതിൻ്റെ ബാക്ക് വശം, അതിൻ്റെ ആ തെർമോസ്റ്റാറ്റിൻ്റെ കേസിൻ്റെ അടപ്പ് ഇത് വരുന്ന ഈ ഒരു ഭാഗം കണ്ട ദ്രവിച്ചിട്ട് ഏത് നിമിഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടയാവും. അതൊക്കെ വരുന്ന പുതിയ സാധനം വരികയാണെങ്കിൽ ഇങ്ങനെ വരും. എന്താ തെർമോസ്റ്റാറ്റ് കേസിൻ്റെ ഞാൻ പൊട്ടിയ ഭാഗം കാണിച്ചത് ഇങ്ങനെ വരും. ഫുള്ള് ദ്രവിച്ചതാണ് ഈ ഒരു പൊസിഷനിലാണ് വരിക. അതുകൊണ്ടാണ് നേരത്തെ പൊട്ടിപ്പോയ ഭാഗം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പൈപ്പ് വരും. ഇങ്ങനെ വരും പൈപ്പ്. അതുപോലെ കേസിൻ്റെ ഭാഗം വരുന്നതാണ് ഈ ഒരു ദ്രവിച്ച്. ഇതൊക്കെ ഇവിടെ ഏത് നിമിഷം ഇതിനുള്ളിലേക്ക് ഓട്ടയാവാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ ഉണ്ട്. അപ്പോൾ കൂളൻറ്റിന് പകരം പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഉള്ളിൽ നിന്ന് ദ്രവിച്ച് ലാസ്റ്റ് ഏറ്റവും അവസാനമേ കാണും. ഇതൊക്കെ അയക്കണമെങ്കിൽ ഇതാ ഈ ഭാഗത്തുള്ള മാനിഫോൾഡ് മൊത്തം അയക്കണം. ഇത്രയും സാധനങ്ങൾ അയക്കണം. മാനിഫോൾഡ് അയക്കണം, അതുപോലെ ത്രോട്ടിൽ ബോഡി, അതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ അയക്കണം. നല്ല പണിയുണ്ട്. പൈപ്പിനൊക്കെ ചെറിയ നിസ്സാര വിലയുണ്ടാവും. പൈപ്പിനൊക്കെ മാക്സിമം പോയ ഒരു 500 രൂപ താഴെ ഉണ്ടാവും. പക്ഷേ 500 1000 താഴെ ഉണ്ട്. പക്ഷേ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. വാഗണാറൊക്കെ ആകുമ്പോൾ ഈ മാനിഫോൾഡ് ഇതൊക്കെ ഫുള്ള് കവറിങ് ആയിട്ട് വരും. ഇതിൻ്റെ സ്റ്റാർട്ടർ അയക്കണമെങ്കിൽ തന്നെ ഒന്നിക്ക് മാനിഫോൾഡ് അയക്കണം, അല്ലെങ്കിൽ അതുപോലെ അടിയിൽ ക്രോസ് അയച്ചിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വേണ്ടാ മൊത്തം പണിയാണ്. അപ്പോൾ കൂളൻറ്റിന് പകരം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ചെക്ക് ചെയ്തോ. ഏത് ഭാഗത്തുനിന്ന് ചെറിയ ലീക്കായിട്ട് വെള്ളമൊക്കെ ഉണങ്ങിപ്പോവും. എഞ്ചിൻ്റെ ചൂട് കൊണ്ട് തന്നെ വെള്ളം ഉണങ്ങിപ്പോവും. അപ്പം മനസ്സിലാവില്ല, താഴേക്ക് നിൽക്കാൻ സാധ്യതയില്ല. ചെറിയ ഡ്രോപ്പായിട്ട് പോകുമ്പോൾ വെള്ളം എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണങ്ങിപ്പോവും, കാണൂല. അപ്പോൾ കൂളൻ്റൊക്കെ ആണെങ്കിൽ ആ കൂളൻ്റിൻ്റെ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വണ്ടിയുള്ളവരൊക്കെ പച്ചവെള്ളം ഒഴിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോ. വണ്ടി ഏത് നിമിഷം വഴി കിടക്കും. ഹെഡ് ഗ്യാസ്കറ്റൊക്കെ പോയിട്ട് വഴി കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കൂളൻ്റ് ലെവലൊക്കെ ഫുള്ള് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഹെഡ് ഗ്യാസ്കറ്റ് കത്തിപ്പോവും.